ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ സ്പെഷ്യൽ വ്ളോഗ് എന്ന് ഞാൻ പറയാൻ കാരണം ഇന്ന് എൻ്റെ ഉമ്മയുടെ ബർത്ത്ഡേ ആണ് ഗായ്സ്. അതിനായിട്ട് ഞാൻ ഇന്ന് ഉമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മേടിച്ച ഫർദയാണിത്. ഞാൻ വെഡ്സ് ഇന്ത്യയിൽ കരുനാഗപ്പള്ളി വെഡ്സ് ഇന്ത്യയിൽ നിന്നാണ് ഈ ഒരു ഫർദ മേടിച്ചത്. നല്ല അടിപൊളി ഫർദയായിരുന്നു. അപ്പം അത് നമുക്ക് ഗിഫ്റ്റാക്കി കൊടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് പരിപാടികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതൊന്നും നിങ്ങൾ മൈൻഡാക്കണ്ട. അപ്പം എൻ്റേതായ ഒരു ഐഡിയയിൽ ഞാനിവിടെ ഈ ഗിഫ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുകയാണ് ഗൈസ്. അപ്പം ഞാൻ തന്നെ ഇത് സെറ്റാക്കി എടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പം ആ ബോക്സൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് പാടുപെട്ടു. എന്നാലും നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി എങ്ങനെയൊക്കെയോ ബോക്സ് സെറ്റാക്കി എടുത്തു. ഇൻസ്റ്റയിലും കുറേ പിള്ളേരൊക്കെ ചെയ്യുന്നതുണ്ട്. അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല ഓർഡർ കൊടുക്കാനുള്ള. അപ്പം ഞാൻ തന്നെ അങ്ങ് ചെയ്യുകയാണ് ചെയ്തത്. എനിക്ക് അതിൽ ഓർഡർ കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ ഇതൊക്കെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരുണ്ടല്ലോ. അപ്പം അവർക്ക് ഓർഡർ കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള സമയവും ടൈമൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇത് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പം ഒരു വലിയൊരു മെനക്കെട്ട പരിപാടിയായിരുന്നു ഇത്. അങ്ങനെ ഇപ്പം ബോക്സ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് സാധനങ്ങളൊക്കെ അതിനകത്ത് സെറ്റാക്കി കൊടുക്കാമായിരുന്നു. പക്ഷേ ബോക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് തയ്യാറാക്കി എടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പം ഇവിടെ ഉള്ള ഒരു ബോക്സിൽ ഞാൻ തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പം ഇവിടെ ഇരുന്ന ഒരു പഴയ ബോക്സിൽ ഒരു ബോക്സ് ഉണ്ടാക്കി അങ്ങ് എടുത്തു. എൻ്റേതായൊരു കലയിൽ ഞാനതെങ്ങനെ ബോക്സാക്കി എടുത്തു. ഇതാണ് നമ്മളെ ബോക്സ്. ഉറയ്ക്കുന്നില്ലായിരുന്നു, എങ്ങനെയൊക്കെ ഉറപ്പിച്ചെടുത്ത് ഗായ്സ്. ചെറിയൊരു വളവൊക്കെ വന്നിരുന്നു. അപ്പോൾ നമ്മളത് സ്ട്രെയിറ്റ് ആക്കി കൊടുത്തു. എന്നാലേ നമ്മൾ തുണി വെക്കുമ്പം നല്ലോണം പെർഫെക്റ്റായിട്ടിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അതങ്ങ് മടങ്ങിപ്പോവും. നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് ഞാൻ സെറ്റാക്കി എടുക്കാൻ പോകുന്നതെന്ന്. അപ്പം ഇൻസ്റ്റയിലൊക്കെ വീഡിയോസ് കണ്ടവർക്കൊക്കെ ഇതൊക്കെ മനസ്സിലാവും, ഇതൊക്കെ എങ്ങനെയാണെന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പം ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മളെ ബോക്സ് ഇവിടെ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പം അവിടുത്തെ ആ ഒരു പ്രശ്നമാണ് മെയിൻ പ്രശ്നം. ആ ഒരു നടുക്കത്തെ ആ സാധനം സെറ്റായില്ലായിരുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ഗിഫ്റ്റ് ചെയ്താണോ, ഡ്രസ്സാണെങ്കിൽ ഡ്രസ്സ്, ഷൂ ആണെങ്കിൽ ഷൂ, അല്ലെങ്കിൽ എന്താണോ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ വെച്ച് കൊടുക്കുക. സ്പേസ് കൂടുതലുള്ളിടത്ത് വെച്ച് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾ ഇൻസ്റ്റയിൽ കണ്ടതാണെന്ന് തോന്നുന്നു എനിക്ക്. അതിന് ശേഷം നമ്മൾ ആ ബാക്കി ബാലൻസ് വരുന്ന ആ ഒരു സ്പേസ് നമുക്ക് ഇഷ്ടമുള്ള പൂക്കളും അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി കൊടുക്കാം. സ്വീറ്റ്സുകളോ പൂക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾക്ക് സെറ്റാക്കി കൊടുക്കാവുന്നതാണ് ആ ബാലൻസ് വരുന്ന ആ ഒരു സ്പേസിൽ. ഞാനിവിടെ 2 ഡയറി മിൽക്ക് ഉമ്മയ്ക്ക് വേണ്ടി മേടിച്ചിരുന്നു. 10ൻ്റെ 2 പിന്നെ ലാവെൻഡർ കളർ ഷെയ്ഡുള്ള പൂക്കളും. അത് ഇട്ടപ്പോഴാണ് മനസ്സിലായത് അങ്ങ് ഉള്ളോട്ടങ്ങ് താഴ്ന്ന് നടക്കുന്നത്. അപ്പം കാണാൻ പറ്റുന്നില്ല നമുക്ക് നല്ലോണം. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പഞ്ഞിയോ എന്തെങ്കിലും കട്ടിയുള്ള എന്തെങ്കിലും വെച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് പൊങ്ങി കിടന്നു. അപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ ആ പൂക്കളൊന്ന് കാണിച്ചിട്ട്, ഇതാണ് ആ പൂക്കൾ, ലാവൻഡർ ഷെയ്ഡ്. ഇതെനിക്ക് ഞാൻ മുമ്പ് ക്രാഫ്റ്റ് ചെയ്തിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന പൂക്കളാണ്. അതൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല, എല്ലാം ഉണ്ട്. ഒന്നും എടുത്ത് കളയാറില്ല, എല്ലാം ഉമ്മ ഇവിടെ സൂക്ഷിച്ച് വെക്കും. അഥവാ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിട്ടാൽ തന്നെ ഉമ്മ അത്
കവറിലിട്ട് സൂക്ഷിച്ചുകൊണ്ട് വെക്കാറുണ്ട്. നമ്മൾ പണ്ട് ക്രാഫ്റ്റൊക്കെ ചെയ്തിരുന്ന സമയത്ത് യൂസ് ചെയ്തിരുന്ന പ്രോഡക്റ്റുകളാണ് ഇതൊക്കെ. ഞാനിവിടെ കുറച്ച് പഞ്ഞി വെച്ചിട്ട് അതൊന്ന് പൊക്കിയെടുത്ത് എന്നിട്ട് അതെല്ലാം ഞാൻ ഇതാക്കി കൊടുക്കുകയാണ്, സെറ്റാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളുടെ ഗിഫ്റ്റ് ബോക്സ്